ശ്രീ ലാൽകുമാർ നോക്കൂ, ഈ സർക്കാരിന് മേൽ ഇതൊരു സമ്മർദ്ദമല്ല എന്ന് ബി.ജെ.പി. വാദിക്കുന്നത് എത്രത്തോളം ശരിയാണ്? അപർണ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോഡി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡി ആഗ്രഹിക്കുന്ന എന്താണ്? സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പരാമർശം വരികയും ലെജിസ്ലേഷൻ നിർത്തണമെന്ന് പറയണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത് സാധാരണഗതിയിൽ ഏകാധിപത്യ മനോഭാവമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ കൊണ്ടുവന്നൊരു കാര്യം ഞാൻ തന്നെ പിൻവലിക്കുന്നു എന്ന് വരുമ്പോൾ ഒരു ജാള്യത ഉണ്ടല്ലോ, ആ ഒരു വിഷമം, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നുന്നു ഇവർക്ക് കിട്ടിയ ഒരു ലോട്ടറി പോലെയാണ് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങൾ വരുന്നത്. സുപ്രീം കോടതിയുടെ പരാമർശം വരുന്നു, ആ സുപ്രീം കോടതിയുടെ പരാമർശം അനുസരിച്ച് ഈ നാട്ടിന്റെ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബി.ജെ.പിക്കാർ പറഞ്ഞ് ഇതിൽ നിന്ന് തടി വരും. ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ മോഡിജിക്ക് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ നിന്നൊരു വേസ്റ്റ് കേസ് സിനാരിയോ അല്ല, ഇത് ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. അല്ല എങ്കിൽ ഈ സമരം മുന്നോട്ട് നീങ്ങും. കാര്യം സമരം ചെയ്യുന്നത് പഞ്ചാബികളാണ്. പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ അവരെ അവസാന ശ്വാസം വരെ അവരുടെ എല്ലാ ശക്തിയും എടുത്ത് അവർ സമരം ചെയ്യും. ആ പഞ്ചാബികളുടെ പാരമ്പര്യം അതാണ്. പഞ്ചാബികളുടെ സമരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മോഡിജി ആദ്യം അറിയാൻ ഒരു അല്പം താമസിക്കും എന്നുള്ള, അറിയാൻ കാര്യങ്ങൾ താമസിക്കും. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടെങ്കിലും ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് ചാടി വീണത്. പക്ഷെ ഇപ്പോൾ എല്ലാ പറഞ്ഞ പോലെ ഒരു ഡെമോക്രാറ്റിക് അല്ലാതെ ഒരു ഓട്ടോക്രാറ്റിക് ബിഹേവിയർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരാള് ഒരു നീതിന്യായ വ്യവസ്ഥിതിയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളത് പൂർണ്ണമായി അനുസരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ നാളെ കഴിഞ്ഞോ ഉള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ബി.ജെ.പി. നേതാക്കന്മാർ വന്നിരുന്ന് പറയും. അതിന്റെ ഒരു തുടക്കമാണ് ജയസൂര്യൻ ഇന്ന് പറഞ്ഞത്. ജയസൂര്യൻ വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാളാണ്. ജയസൂര്യൻ വളരെ ജനാധിപത്യപരമായ രീതിയിൽ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇന്ന് അത്ര കാര്യങ്ങളെ പറയാൻ പറ്റും. നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞു 2 വാദങ്ങളും കേൾക്കും, 2 വാദങ്ങളും കേട്ടിട്ടൊക്കെ കോടതി പരാമർശം ഇറക്കത്തുള്ളൂ, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിലേക്ക് വരത്തുള്ളൂ. ഇതൊക്കെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്റെ ചോദ്യം, ഹലോ കേൾക്കാമോ? കേൾക്കാം, പറയൂ ലാൽകുമാർ. എന്റെ ചോദ്യം, നമ്മൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഇത് സ്റ്റേ ചെയ്യണോ വേണ്ടായോ, ഇത് ഞങ്ങൾ എടുത്ത് കളയണോ നിങ്ങൾ എടുത്ത് കളയുന്നോ എന്നൊരു ചോദ്യം. അപ്പൊ ഇവരുടെ വാദങ്ങളും കേട്ട് 2 ഭാഗത്തെ വാദങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടും കോടതി അത്രത്തോളം ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്, അത് ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, അങ്ങനത്തെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇവർക്കെതിരാണ്. ആ എതിര് എന്ന് പറയുന്നത് ഇവർക്ക് സന്തോഷമാണ്. എങ്ങനെയൊക്കെ തടി തപ്പി ഊരാനുള്ള ഒരു മാർഗം അവർക്ക് കിട്ടി എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. നോക്കൂ.